ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പിരമിഡ്സും ക്യാമൽസും അതുപോലെ തന്നെ കുറേ സ്കാമും ഒക്കെ കണ്ടില്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് കൈറോയിലേക്കാണ്. അപ്പോൾ കൈറോയിൽ കുറേ നമ്മളെ മമ്മീസും അതുപോലെ തന്നെ ഈജിപ്ഷ്യൻ മ്യൂസിയം ഒക്കെ ഉണ്ട്. നമ്മളെ മമ്മീസ് പിരമിഡ്സിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ കുറേ മമ്മീസും കുറേ ഗോൾഡും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ദ വ്ളോഗ്. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഇതാണ് ഞാൻ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമ്മൾ ഗിസയിൽ നിന്ന് നേരെ കൈറോയിലേക്ക് ഊബറിലാണ് പോയത്. അപ്പോൾ ഊബർ നമ്മൾ ബുക്ക് ചെയ്ത് അങ്ങനെ ഊബർ ചേട്ടൻ വന്ന്. അപ്പോൾ ആ ചേട്ടൻ കുറച്ച് ഗൗരവമുള്ള ആളായിരുന്നു തോന്നുന്നു, നമ്മുടെ ചിരിച്ചൊന്നുമില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഇതാണ് കൈറോ സിറ്റി. അപ്പോൾ നമ്മളിങ്ങനെ സിറ്റിയിലേക്കൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ അപ്പുറത്തിപ്പുറത്തൊക്കെ ഇഷ്ടംപോലെ ബിൽഡിങ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നും പെയിൻ്റ് അടിച്ച് എല്ലാം തോന്നുന്നു, കാര്യം എല്ലാം ഒരു മണ്ണിൻ്റെ കളറാണ്. അപ്പോൾ നമ്മൾ നൈലിൻ്റെ സൈഡിലേക്കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ സ്ഥലം കാണാൻ. ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു, ഭയങ്കര ഹോണടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ എന്നാലും നല്ലതായിരുന്നു കാണാൻ. ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് കാണാം. നമ്മൾ നൈൽ റിവറൊക്കെ കണ്ട്, പക്ഷെ നമുക്ക് ഇവിടെ നിർത്താൻ പറ്റില്ല, കാര്യം നല്ല ട്രാഫിക് രാവിലെ തന്നെ ആയതുകൊണ്ട്. പിന്നെ ഇവിടുത്തെ ഡ്രൈവിങ് എൻ്റെ പൊന്നോ, നമ്മുടെ നാട്ടിലത്തെ ഒരു ഫീലാണ്. ആൾക്കാർക്കൊന്നും ഒരു പേടിയില്ല, അവരൊക്കെ ഇങ്ങനെ കൂളായിട്ട് റോട്ടിൽ കൂടെ എടുത്ത് ചാടാണ്. ഇങ്ങനെ ഭയങ്കര ഒരു പേടിയില്ല. നമുക്കൊക്കെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ പേടിയില്ല. നമുക്ക് യു കെയിലത് പോസിബിൾ അല്ല അങ്ങനെ ക്രോസ് ചെയ്യൽ. നമുക്ക് വെയിറ്റ് ചെയ്ത് ഒക്കെ ക്രോസ് ചെയ്യണം. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെ ചാടുകയാണ് വണ്ടിന് വണ്ടി. ഒരു പേടിയില്ല ഇവർക്ക്. എന്ത് സ്പീഡിലൊക്കെയാണ് ഇവരൊക്കെ പോകുന്നത്. ഭയങ്കര ഹോണടിയോ എത്രയോ കാലത്തിന് ശേഷമാണ് ഞാൻ ഹോണടി കേൾക്കുന്നത്. അറൗണ്ട് 2 ഇയേഴ്സിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ ഹോണടി കേൾക്കുന്നത്. എല്ലാം കേൾക്കാൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗായ്സ്, അപ്പം നമ്മൾ കൈറോ എത്തി. നമ്മളെ പുതിയ റൂം ചെക്ക് ഇൻ ചെയ്ത്. റൂം റോഡിൽ തന്നെയാണ്, പക്ഷെ നല്ല അടിപൊളി സ്റ്റാൻഡേർഡ് റൂമാണ്. അപ്പം നോക്കുമ്പം നമ്മളിനി ഈജിപ്ഷ്യൻ മ്യൂസിയത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ഒരു സാധനം വാങ്ങിക്കാനുണ്ട്, ഞാൻ അത് പറഞ്ഞ് നടക്കുകയാണ്. ഗായ്സ്, അങ്ങനെ നമുക്ക് പാഡൊക്കെ കിട്ടി. ഇവിടെ ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ടായിരുന്നു, കുറേ നടന്നു കേട്ടോ. ലാസ്റ്റ് നമുക്ക് കിട്ടി. നമ്മളിനി ഇവിടെ ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ടാക്സി വന്നിട്ടാണ് നമുക്ക് ഈജിപ്ഷ്യൻ മ്യൂസിയത്തിലോട്ടേക്ക് പോവാൻ. ഗായ്സ്, നമ്മളിത് ആ വണ്ടിയിൽ കയറി മ്യൂസിയത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അയ്യാ, ഭയങ്കര ചൂടാ, പൊള്ളിപ്പോയി. ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഈജിപ്ഷ്യൻ മ്യൂസിയത്തിലെത്തി. അതിനെക്കാട്ടും മുന്നേ വലിയൊരു മണ്ടത്തരം ഞാനല്ല, അത് തന്നെയാണ് ചെയ്തത്. ഞാൻ അവൻ്റെ അടുത്ത് കയറുമ്പോൾ പറഞ്ഞ ക്യാഷ് എടുക്കുക, ഈജിപ്ഷ്യൻ നമുക്ക് മാറ്റാം അല്ലെങ്കിൽ എന്തെങ്കിലും എടുക്കുക എന്നുള്ള കാര്യം. പക്ഷേ ഇങ്ങനെ ATM കിട്ടിയില്ല. നമ്മൾ ATM ട്രൈ ചെയ്ത്, കാര്യം ഇവർ ഭയങ്കര ഉടായ്പാണ്. നമുക്ക് ഊബറിൽ ഇത് അക്കൗണ്ട് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ കുറേ ട്രൈ ചെയ്ത്. അപ്പോൾ അതിനകത്ത് ക്യാഷ് ഓപ്ഷൻ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ അടുത്താണെങ്കിൽ പൗണ്ട് മാത്രമല്ല. അപ്പോൾ ആകെ ആയത് 50 pence ആണ് ആയത്. പക്ഷെ നമുക്ക് എന്ത് പറ്റി, ആളുടെ അടുത്ത് ചില്ലറയില്ല. ആളുടെ അടുത്ത് ചില്ലറയുണ്ട്, അല്ല 50 ഈജിപ്ഷ്യൻ, അതായത് 1 പൗണ്ട് ആയത്. അപ്പോൾ അയാളുടെ അടുത്ത് പൈസ ഉണ്ട് ചേഞ്ച്, പക്ഷേ അയാൾ പറഞ്ഞ പൈസ ഇല്ല, അങ്ങനെ ഇങ്ങനെ. അയാൾ ടാപ്പ് ചെയ്യില്ല. ചില ആൾക്കാരൊക്കെ ടാപ്പ് ചെയ്യും, കാറിൽ ടാപ്പിംഗ് ഉണ്ടാവില്ല. പക്ഷേ അയാളുടെ അടുത്ത് ഒന്നുമില്ല എന്ന്. എന്നിട്ട് അയാളുടെ നമ്മുടെ അടുത്ത് നിന്ന് അയാൾ പറഞ്ഞ് ഉള്ള പൈസ വന്നേക്കൊണ്ട് നമ്മൾ 10 പൗണ്ട് കൊടുക്കണമെന്ന്. സോ നിങ്ങളെപ്പോഴും ചേഞ്ച് ആക്കി വെക്കാൻ നോക്കാം മാക്സിമം, അല്ലെങ്കിൽ നമ്മളെപ്പോലെ നിങ്ങൾ പെടും. അപ്പോൾ എന്തായാലും പോയത് പോട്ടെ, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിപ്പം ഈ പിരമിഡിന് മുന്നിലെത്തിയെന്ന് പറയുന്നത്, നമ്മളിപ്പം ഈജിപ്ഷ്യൻ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലാണുള്ളത്. ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ ഈജിപ്ഷ്യൻ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലെത്തി. ഇതാണ് അതിൻ്റെ എൻട്രി എന്ന് പറയുന്നത്. കുറേ വലിയ വലിയ പ്രതിമകളൊക്കെ ഉണ്ട്. അപ്പം നമുക്കിങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം. അപ്പം നമ്മളിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ തന്നെ ഇവിടെ കുറേ ടോംബാണ്. ടോംബ് മീൻസ് ഈ നമ്മൾ പണ്ടത്തെ ആൾക്കാരൊക്കെ ബോഡീസൊക്കെ ഇതിൻ്റെ അകത്താണ് വെച്ചത് എന്നൊക്കെയാണ് പറയുന്നത്. എനിക്കതിനെക്കുറിച്ച് നമ്മൾ ഒരു ഗൈഡിനൊന്നും എടുത്തില്ല, സോ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. നമ്മളിങ്ങനെ ഓരോ നോക്കി പോവുകയാണ്. അപ്പോൾ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ ഇതിലൂടെ ഷെയർ ചെയ്യാം. അപ്പോൾ പണ്ടത്തെ ഒരു ഈജിപ്ഷ്യൻ രാജാവിൻ്റെ ടോംബാണിത്. അപ്പോൾ അതിൻ്റെ ബോട്ടം പാർട്ടാണ് കേട്ടോ. അപ്പോൾ അത് മൊത്തം ഗോൾഡ് വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നശിച്ചു പോയപ്പോൾ ഇവരത് റീസ്റ്റോർ ചെയ്തതാണ് നിങ്ങൾക്ക് ഈ കാണാൻ പറ്റുന്നത്.
ഇത്. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചില്ല, അത് അതിൻ്റെ ബോട്ടം ഭാഗമാണ്, ഇത് അതിൻ്റെ ടോപ്പ് ഭാഗമാണ്. ഇതാണ് അതിൻ്റെ ശരിക്കുള്ള ടോപ്പ് ഭാഗം. അപ്പോൾ ഈ മമ്മിഫൈ ചെയ്യുന്നതിനെക്കാട്ടും മുന്നേ നമ്മളെ ബോഡിയിലുള്ള പാർട്സൊക്കെ അവർ റിമൂവ് ചെയ്യും, എന്നിട്ടാണ് മമ്മിഫൈ ചെയ്യുക. അപ്പോൾ ആ ബോഡി പാർട്സൊക്കെ, അതായത് ഹാർട്ട്, നമ്മളെ കരള്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതൊക്കെ പ്രിസേർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് ഇത്. എനിക്കിത് കാണുമ്പോൾ മമ്മി സിനിമ ഓർമ്മയുണ്ട്. എനിക്കിങ്ങനെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് മമ്മി സിനിമയിൽ ഇങ്ങനത്തെ കുറേ പ്രതിമകൾ, ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാവില്ല, അതുപോലെ തന്നെ ഇത് കാണാൻ. ഈ സ്റ്റോണൊക്കെ ഇല്ലേ, ഭയങ്കര വെയിറ്റാണ് സാധനം. എങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കിയാവോ? ഉള്ളിൽ വരെ ഓരോ തരത്തിലുള്ള കണ്ടോ എഴുതി വെച്ചിട്ടുള്ളത്. നമുക്കത് വായിക്കാനും തോന്നില്ല. ദ ഡിസ്കവറി ടോംബ് ഓഫ് ക്യൂൻ അഹ്മോസ് മെറിയ മെർട്ടാമൂൻ. കുറച്ച് ഹാർഡാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ടത് ഫുള്ള് മറ്റേ കല്ലിനെ കൊണ്ടുണ്ടാക്കിയതാണ്. ഇതാണ് വുഡിനെ കൊണ്ടുണ്ടാക്കിയ ഒരു ടോംബ്. പണ്ട് കള്ളന്മാർ ഇതിൻ്റെ അകത്ത് നിന്നൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോയി. ഇത് തിരിച്ചു കിട്ടീന്. ഇതിൻ്റെ ഉള്ളിൽ കുറേ ട്രഷേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെയുള്ള പല ട്രഷേഴ്സും കുറേയൊക്കെ കള്ളന്മാർ കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നിങ്ങനെ കേട്ടില്ല. എനിക്കറിയില്ല സത്യമാണോന്ന്. പക്ഷെ എന്തൊരു വണ്ണല്ലേ ഇവർക്കൊന്ന്. ജൈൻസ് എങ്ങാനോ എൻ്റെ ഒക്കെ പകുതി വരെ ഉണ്ടാവുള്ളൂ. ഇത്രയും ഉണ്ടാവുള്ളൂ. എൻ്റെ ബിഗ് കണ്ടോ ഗായ്സ്, മമ്മി 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 കോഫിൻസും ആൻഡ് മമ്മീസാണ്. യുവ ആൻഡ് തുയ എന്ന് പറഞ്ഞത് ഇതൊരു ക്യൂനിൻ്റെ പാരൻസ് ആണ്. അപ്പോൾ അവരെ മമ്മിഫൈഡ് ആയിട്ടുള്ള ഉണ്ടാവും. ഗായ്സ് ഇതൊക്കെ കണ്ട, ഇതൊക്കെയാണ് മമ്മിഫൈ. ഇതൊക്കെ മമ്മീസാണ്. എൻ്റെ ഉള്ളിലൊക്കെ ആൾക്കാരുണ്ട്. ഓ ഉണ്ടോ? ഓ കുട്ടീൻ്റെ മമ്മി. ഇതൊക്കെ കോഫിനാണ്. ഇതാ ഗായ്സ്, ഇതാണ് 110 കിലോഗ്രാമിൻ്റെ തൂത്തൻകാമൻ്റെ ടോംബ്. ഉള്ളിൽ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാനിങ്ങനെ സൂം ചെയ്ത് കാണിക്കാം. 110 കിലോ ആണ് സംഭവം. ഗായ്സ് ഇതൊക്കെ കണ്ടു, ഇതൊക്കെ തൂത്തൻകാമൻ്റെ സാധനങ്ങളാണ്, ടോംബിന് കിട്ടിയ സാധനങ്ങൾ. പുള്ളിക്കാരനാണ് ഏറ്റവും കൂടുതൽ നിധി ഉണ്ടായ, ട്രഷർ ഉണ്ടായത്. ഇതൊക്കെ കണ്ട പല പല ടൈപ്പിലുള്ള ടോംസ്. അവരെ മമ്മിഫൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ തലയിൽ ഇങ്ങനെ ഒരു മാസ്ക് വെക്കും. അതാണ് ആ സംഭവം. അപ്പോൾ ഗായ്സ് ഇങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ പല പല ടൈപ്പിലെ ടോംസ്, പിന്നെ മമ്മീസ്, കുറേ മമ്മീസ് നമുക്ക് കാണാൻ പറ്റും. ഞാൻ സിനിമയിൽ മാത്രമേ മമ്മീസിനൊക്കെ കണ്ടിട്ടുള്ളൂ, പക്ഷെ ഞാൻ ലൈവായിട്ട് കണ്ടു മമ്മീസ്. അപ്പോൾ ഈ ഹിസ്റ്ററി ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ഇങ്ങനെ ചരിത്രങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇഷ്ടംപോലെ എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. നമ്മൾ കുറേ എക്സ്പ്ലോർ ചെയ്ത് കുറേ സാധനങ്ങൾ കണ്ട് മമ്മീസിനൊക്കെ കണ്ട് ഇപ്പം തിരിച്ചിങ്ങനെ ഇറങ്ങുകയാണ്. അങ്ങനെ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. കുറേ സംഭവങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ, ചരിത്രം. അപ്പോൾ ഗായ്സ് നമ്മൾ പുറത്തെത്തിയിരിക്കുകയാണ്. എൻ്റെ മുഖമൊക്കെ നോക്കി കറുത്തിട്ട് കരിക്കട്ടോ എൻ്റെ മുഖമൊക്കെ കാണാൻ. നല്ല ചൂടാന്ന് വെച്ചാൽ നല്ല ചൂടാണ്. അപ്പോൾ കരിഞ്ഞു പോകും ചൂട്ടത്ത്. നമ്മളിനി എന്തെങ്കിലും മാർക്കറ്റിന് കാനലെ കല്ല് എന്ന് പറഞ്ഞ മാർക്കറ്റിലേക്ക് പോകാൻ പോകണം. കുറച്ച് ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്താം. ചെറിയ ഷോപ്പിംഗ് എന്ന് വെച്ചാൽ ചെറിയ ഷോപ്പിംഗ്. നമുക്ക് കുറച്ച് സുവനീറൊക്കെ വാങ്ങിക്കാം വീട്ടിലേക്ക്. പിന്നെ നമുക്കൊരു ഈജിപ്ഷ്യൻ ഡ്രസ്സ് നോക്കാം. വലിയ പൈസ ഒന്നും മേടിക്കില്ല. പിന്നെ അങ്ങനത്തെ എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് നോക്കി മേടിക്കാം. നമ്മളിതിപ്പോട്ട് ഇങ്ങനെ വണ്ടി കൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അപ്പം നമ്മൾ കാനലെ കല്ല് എന്ന് പറഞ്ഞ മാർക്കറ്റിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. നമ്മൾ ഈജിപ്ഷ്യൻ മ്യൂസിയം ഒക്കെ കണ്ട് നമ്മൾ ഇറങ്ങി ഊബർ ഓടിച്ച് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇതിനുള്ളിൽ കയറുമ്പോൾ തന്നെ അവിടെ ഒരു മെറ്റൽ ഡിറ്റക്ടർ ഉണ്ട്. അത് വർക്ക് ചെയ്യുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ കയറുമ്പോൾ ഒന്നും ഒച്ചയൊന്നും കേട്ടില്ല. അപ്പോൾ ഈ മാർക്കറ്റ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ ഫേമസ് മാർക്കറ്റ് തന്നെയാണ് കൈറോയിലുള്ള. കാര്യം അത്രയും ക്രൗഡായിരുന്നു നമ്മൾ പോകുന്ന സമയത്ത്. അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഒരു ഭംഗി തന്നെ. കാര്യം കുറേ ഡ്രസ്സും കുറേ ജ്വല്ലറീസും കുറേ ആൾക്കാരും കുറേ ഫുഡ്, പല പല ആൾക്കാർ നമുക്ക് അവിടെ കാണാൻ പറ്റും.
അപ്പോൾ എല്ലാവരും നമ്മുടെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് സാധനം വാങ്ങി നമുക്ക് ബാർഗെയിനൊക്കെ ചെയ്യാം. കുറേ ആൾക്കാർ നമ്മുടെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് ഇത്ര പൈസക്ക് തരാം, നമ്മൾ വേണ്ടെന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർ വന്ന് ഇത്ര പൈസക്ക് തരാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കാര്യമായിട്ട് ഷോപ്പിംഗ്, എനിക്ക് ഷോപ്പിംഗ് ഭ്രാന്താണ്, എന്നാലും നമ്മളൊരു സുവനീർ നോക്കാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പല സാധനങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് കണ്ണിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് സുവനീർ നോക്കാം എന്തായാലും. അപ്പോൾ ഗൈസ് നമ്മളിതാ കുറച്ച് സുവനീറൊക്കെ നോക്കുകയാണ് ഇവിടുന്ന്. ഇതാണ് അതൊരു ഇഷ്ടമായത്. കുറേ സാധനം പല ടൈപ്പ് ഉണ്ട്. ഇവിടുത്തെ മമ്മീസ് വായിക്കുന്ന അത്ര ലെക്കല്ല ഞാൻ പറയുന്നത് കേട്ടോ. സോ നമ്മൾ പൂച്ച നോക്കാതെ ഇരിക്കുന്നത് ഒരു പൂച്ചയാണ്. ബ്ലാക്ക് പൂച്ചേനെ ഇഷ്ടപ്പെട്ടു ഗൈസ്. ബ്ലാക്ക് പൂച്ചേനെ എടുത്താലോ? നല്ല സുഖം കാണാൻ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളൊരു പൂച്ചയും ഒരു സുവനീറുമാണ് ഇപ്പോൾ വാങ്ങിച്ചത്. അപ്പോൾ അവർ 200 പറഞ്ഞു, ഈജിപ്ഷ്യൻ പൗണ്ട്സ് അല്ല ഈജിപ്ഷ്യൻ കറൻസി. എന്നിട്ട് നമ്മൾ ബാർഗെയിനൊക്കെ ചെയ്ത് 120 എടുത്ത്. 120 എന്ന് പറയുമ്പോൾ UK ഏകദേശം ഒരു 2 പൗണ്ടൊക്കെ വരും. അത്രയേ ഉള്ളൂ, വലിയ റേറ്റൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇവിടെ എപ്പോഴും നമ്മൾ ബാർഗെയിൻ ചെയ്യുക, കാര്യം ഇവർ വലിയ എമൗണ്ടാണ് പറയുക. നമ്മളെപ്പോഴും ഒരു ഫിക്സഡ് എമൗണ്ട് ബാർഗെയിൻ ചെയ്ത് നമ്മൾ വേണ്ടാന്നിട്ട് ഇറങ്ങി നടക്കുക. അപ്പോൾ അവർ തന്നെ പിന്നെ വിളിച്ചോളൂ. അപ്പോൾ ഇത് അതുവിന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഇത് വാങ്ങിച്ച. പൂച്ച എനിക്കിഷ്ടമായി, അതുകൊണ്ട് ഞാൻ പൂച്ചനെ വാങ്ങിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇത് കുറേ കാണാനിട്ടിട്ട് ഇങ്ങനെ നടന്നിട്ട് നമ്മളിങ്ങനെ നടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് ലൈറ്റിൻ്റെ ഒരു സംഭവമുണ്ട്, ഞാൻ അതാണ് പരിധി നടക്കുന്നത്. അത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, അത് കണ്ടാൽ ഞാൻ കാണിച്ചത്. ഗൈസ് കണ്ടോ, ഇതാണ് വേറൊരു മാർക്കറ്റ്. നല്ല രസമാണ്, ഇതിൻ്റെ ഫുൾ ലൈറ്റ്സൊക്കെ ആയിട്ട്. താങ്ക് യു. കണ്ടോ? ഓ ദാറ്റ്സ് നൈസ്. സീ ഇറ്റ്സ് ഗുഡ്. കണ്ടോ ഗൈസ്, ഫുള്ള് ലൈറ്റൊക്കെ ആയിട്ട് നല്ല അടിപൊളി സംഭവമായിട്ടായി. ഇപ്പോൾ ഈ സ്ഥലത്താണ് കണ്ടത്, ഇതൊരു ഹിഡൻ ജമ്മാണ്. കണ്ടോ എൻ്റെ ബാക്കിൽ ഫുൾ ലൈറ്റ്സൊക്കെ ആയിട്ട് ഫുൾ ഇങ്ങനത്തെ ആട്ടാ ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ. നൈസാണ്. പലതരത്തിലുള്ള ഡ്രസ്സുകൾ സാധനങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടും. എന്നെ കരീന കപൂറും കത്രീന കൈഫൊക്കെ ഇവിടെ ആക്കുന്നുണ്ട്. പക്ഷെ ഞാൻ വഴങ്ങിയില്ല, ഞാൻ കയറില്ല. അപ്പോൾ ഞാനും അതൊരു കാര്യം തീരുമാനിച്ചു, ഇനി അങ്ങനെ വിളിക്കുന്ന ആൾക്കാർ പോകില്ല. ഇവരെ വിചാരം ഇന്ത്യയിൽ എല്ലാവർക്കും ഹിന്ദിയ പറയാമെന്ന്. എല്ലാവരുടെ അടുത്തും അച്ചാഹേ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വി ആർ നോട്ട് ഇന്ത്യക്കാരാണ്, പക്ഷെ നമ്മൾ അച്ചാഹേ അല്ല. അയ്യോ കോപ്പ്, നല്ല രസമുണ്ട്. കണ്ടോ പഴയ നമ്മളെ നാട്ടിലൊക്കെ കിട്ടുന്ന ഫോണൊക്കെ, പെപ്സി, ഗ്രാമഫോൺ, ഇതൊക്കെ ക്യാമറ ഒക്കെ നല്ല ടൈപ്പ് റൈറ്റർ. അപ്പോൾ ഇത് മൊത്തം ഫുഡാണ് കേട്ടോ. ഇവിടെ പല ടൈപ്പുകൾ ഫുഡുകളുണ്ട്. ഇതിന് സൈഡിലൊരു പള്ളിയൊക്കെ ഉണ്ട്. എനിക്കൊന്ന് കണ്ട കുറേ നമ്മളെ നാട്ടിലെ കടല മുട്ടായൊക്കെ പോലത്തെ കുറേ സെറ്റപ്പൊക്കെ ഉണ്ട്. ഇത് പള്ളിയാണ്, എല്ലാവരും നിസ്കരിച്ചിട്ട് ഇറങ്ങുന്നതാ തോന്നുന്നു. ഒരു വേറെ തന്നെ വൈബാട്ടോ. നമുക്ക് ഇങ്ങനെ കുറേ ഇവിടെ ഇങ്ങനെ കുറേ ഇങ്ങനെ ചുറ്റി നടക്കാനുണ്ട്. അപ്പോൾ ഈ കാനലേക്കല്ലി എന്ന് പറഞ്ഞ മാർക്കറ്റ് ശരിക്കും ഭയങ്കര വലുതാട്ടോ. നമുക്ക് പല എൻട്രീസ് ഉണ്ട് ഇതിന്. നമ്മൾ എങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടും. അത്രയും ഷോപ്പിംഗ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അടിപൊളി ഒരു സ്ഥലമാണിത്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഭ്രാന്ത് വരുന്നുണ്ട്. ഞാൻ ഓരോരോ സ്ഥലത്ത് കയറും, സാധനം നോക്കും തിരിച്ചിറങ്ങും. കാര്യം മേടിക്കണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷൻ. പക്ഷെ എന്തായാലും നല്ല രസമുണ്ടായിരുന്നു, ഞാൻ ശരിക്കും അത് എൻജോയ് ചെയ്ത്. അപ്പോൾ നമുക്ക് ഇനി ഒരു ക്രൂസ് ഉണ്ട്, നമ്മൾ ക്രൂസിലേക്ക് പോകാൻ വേണ്ടി തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. ഫ്രഷപ്പായിട്ട് നമുക്ക് ക്രൂസിലേക്ക് പോവാം. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായി. ഇതിപ്പോൾ ക്രൂസിൽ ഒരു ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്നതാണ് നമ്മളെ ക്രൂസ്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാര്യം 1 hour ഇവിടുന്ന് ഫുഡ് കഴിക്കലും, പിന്നെ 1 hour 2 hours നമ്മൾ മൊത്തം നൈൽ റിവറിലൂടെയാണ് നമ്മൾ ക്രൂസ്. അപ്പോൾ ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ അത്ര നൈലിനെ കുറിച്ച് കേട്ടിട്ടൊക്കെ ഉള്ളൂ. നല്ല അടിപൊളി ക്രൂസ് ആയിട്ട് നമ്മൾ വിചാരിച്ച് ആകെ ഒരു $50 ആയിട്ടുള്ളൂ, അതായത് ഏകദേശം ഒരു 40 pound അടുത്തേ ആയിട്ടുള്ളൂ. എനിക്കെന്തായാലും വർത്തായിട്ട് തോന്നുന്നു. പക്ഷേ ഫുഡ് എങ്ങനെയാണെന്ന് എന്താണെന്നൊന്നും അറിയില്ല, നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് എന്തായാലും സെറ്റപ്പ്. അപ്പോൾ ബാക്കി ഇതിൻ്റെ ബാക്കും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നമ്മളപ്പോൾ ഇതിൻ്റെ ടോപ്പ് വ്യൂവിലാണുള്ളത്. ഇപ്പോൾ നല്ല അടിപൊളി ക്രൂസ് ഇട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ടോപ്പ് വ്യൂ. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്.
കുറേ സാധനങ്ങളുണ്ട്, എന്താ എടുക്കേണ്ടതെന്നൊന്നും അറിയില്ല. ഫ്ലൈറ്റൊക്കെ എടുത്ത് റെഡി ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. നമ്മൾ ഫുഡൊക്കെ എടുത്ത്, അപ്പോൾ ഇതാണ് ഞാൻ എടുത്ത ഫുഡ്. ചിക്കനും റൈസും കുറച്ച് സാലഡും ഞാൻ എടുത്തിട്ട് ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഇത്ര മാത്രം എടുത്തത്. പക്ഷേ ഇത് ടേസ്റ്റ് ഉണ്ട് ഗൈസ്. അപ്പം നമുക്കിതവിടെ ഇങ്ങനെ നൈൽ റിവർ കാണാൻ പറ്റും. ഇരുടാണ്ട് നിങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മളിതാ ഫുഡൊക്കെ കഴിച്ച് ക്രൂസിൽ ഇങ്ങനെ മേലെ വന്നിരുന്നു. നല്ല കാറ്റ്, നൈലിൻ്റെ എന്താ പറയുക വഴികളിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഫെലൂട്ട് ഭയങ്കര കാറ്റാണ്. ഞാനോട് മുട്ടൊക്കെ കെട്ടിവെച്ച് കാറ്റായിട്ട് പൊളി പൊളി. അപ്പോൾ ഗൈസ് നമ്മളിതാ ക്രൂസിനോട് ബൈ ബൈ പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ചില വീട്ടിലേക്കല്ല, തിരിച്ച് റൂമിലേക്ക് പോവാണ്. അപ്പോൾ നമ്മളെ കൊണ്ടുവന്ന ചേട്ടനുണ്ട്. ഇറ്റ് വാസ് റിയലി ലവ്ലി ചബ്ലി. നല്ല അടിപൊളി ക്രൂസായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. തണുത്ത് ഞാനിങ്ങനെ അയ്യാ ഇങ്ങനെ വിറക്കുമായിരുന്നു. പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. റിയലി എൻജോയ്ഡ് ഇറ്റ്. പൈസക്ക് വർത്തായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ നമ്മൾ ക്രൂസും എല്ലാം എക്സ്പ്ലോർ ചെയ്ത് ഒക്കെ എൻജോയ് ചെയ്ത് തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി പോയിട്ടൊന്ന് കിടന്നുറങ്ങണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ ഗൈസ്.